തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, രാത്രിക്കൊരു നിശ്ചിത ദൈർഘ്യമുണ്ട്. ആ രാത്രി കഴിഞ്ഞിട്ടാണ് പുലരി. രാത്രിയെ പകലാക്കാൻ ശ്രമിക്കരുത്. രാത്രിയിൽ ഉണർന്നെഴുന്നേൽക്കുക. ഏത് രാത്രിയിലും തെളിയുന്ന നക്ഷത്രങ്ങളുടെ അരണ്ട വെളിച്ചത്തിലൂടെ നടന്നു പോവുക. ഒരു രാത്രിയിൽ ജോസഫ് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി. സ്ത്രീയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടുക. നിദ്രയിൽ നിന്നുണർന്ന് ആ രാത്രി തന്നെ അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ജോസഫിനെ കുറിച്ച് പറയുന്ന വളരെ കൊച്ചു ചില കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഈ ചെറിയ കാര്യം ആവർത്തിക്കുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ നിദ്രയിൽ നിന്നുണർന്ന് യാത്ര ആരംഭിച്ചു. രാത്രിയിൽ ദൈവം വിളിച്ചുണർത്തിയപ്പോൾ നേരം പുലരട്ടെ എന്ന് കരുതി വീണ്ടും മയങ്ങിയിരുന്നെങ്കിൽ യാത്ര തുടക്കത്തിൽ തന്നെ അവസാനിച്ചേനെ. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ വാൾനിരയാക്കാൻ ഹെറോദോസിൻ്റെ പടയാളികൾ പുറപ്പെട്ടു കഴിഞ്ഞു. രാത്രിയിൽ ദൈവം വിളിച്ചുണർത്തുമ്പോൾ ഉണർന്ന് ആ ചെറിയ വെളിച്ചത്തിലൂടെ പകലിലേക്ക് നടക്കുക. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവകൃപ രാത്രിയെ പകലാക്കുന്നതല്ല, രാത്രിയിൽ ദൈവം നമ്മളെ വിളിച്ചുണർത്തുന്നതാണ്. വിളിച്ചുണർത്തുമ്പോൾ നേരം പുലരാൻ വേണ്ടി വീണ്ടും മയങ്ങരുത്. പലരുടെയും ജീവിതം എന്തുകൊണ്ട് പുലരാതെ പോകുന്നു? രാത്രിയിൽ ദൈവം വിളിച്ചുണർത്തുമ്പോൾ നേരം പുലരട്ടെ എന്ന് കരുതി വീണ്ടും മയങ്ങിയതുകൊണ്ടാണ് പലരുടെയും നേരം പുലരാതെ പോകുന്നത്. സ്നേഹപൂർവ്വം.